SMA രോഗികളായ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ്. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി അസുഖം ബാധിച്ച 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് മരുന്ന് നൽകിയിരുന്നത്. അതാണ് ഇപ്പോൾ 12 വയസ്സുവരെ ആക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10 കുട്ടികൾക്കാണ് വില കൂടിയ മരുന്ന് നൽകിയിരുന്നത്. ഇതുവരെ 57 കുട്ടികൾക്കാണ് മരുന്ന് നൽകിയത്. നവകേരള സദസ്സിനിടെ SMSA ബാധിതയും കോഴിക്കോട് സ്വദേശിയുമായ സിയ മെഹറിൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിനിടെയാണ് അപൂർവ രോഗത്തിനുള്ള മരുന്ന് വിതരണം 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ലഭ്യമാക്കിയാൽ സഹായകരമാകുമെന്ന് പറഞ്ഞത്. ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് സർക്കാർ തലത്തിൽ ചർച്ചകൾ ചെയ്ത ശേഷം സൗജന്യ മരുന്ന് നൽകാൻ തീരുമാനമെടുത്തത്. ഇന്ത്യയിലെ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് അപൂർവ രോഗത്തിനുള്ള മരുന്നുകൾ സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകാൻ ആരംഭിച്ചത്. സംസ്ഥാനത്ത് 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് 1.5 വർഷത്തിലേറെയായി സൗജന്യ മരുന്ന് നൽകി വരുന്നു. ഇത് കൂടാതെ അപൂർവ രോഗങ്ങൾക്ക് സമഗ്ര പരിപാലനം ഉറപ്പുവരുത്തുന്നതിനായി അടുത്തിടെ കെയർ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു.